അവരുടെ എല്ലാം മരണത്തോടെ തീരുന്നതാണ്. എന്നാൽ മരണത്തിനപ്പുറത്തേക്കൊരു പ്രത്യാശ കിട്ടുന്നത് എവിടെയാണ്? ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യമാണ്. ഇത് വരുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ അകത്തൊരു വലിയ കോൺഫിഡൻസ് വന്നിട്ട് കടഭാരമേ എനിക്ക് പുല്ല എന്ന് പറയാൻ നമുക്ക് പറ്റും. പ്രശ്നങ്ങളെ എനിക്ക് പുല്ല. എന്താ കാരണം? എൻ്റെ ഈ ചത്താലും എന്താ സംഭവിക്കാൻ പോകും? ഞാൻ ഇനി ജീവിക്കും. ഒരിക്കലും മരിക്കാത്ത രീതിയിൽ കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുക. പിന്നെന്താ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കാനുള്ള ഗട്സ് വരെ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ആ ബോധ്യം നമുക്ക് നൽകും. 12. Therefore, brothers and sisters, we have an obligation, but it is not to the flesh to live according to it. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അതുകൊണ്ട് നമുക്ക് ജഡവുമായി നമുക്ക് എന്തില്ല? കടമൊന്നുമില്ല, ഒബ്ലിഗേഷൻ ഒന്നുമില്ല. 13. For if you live according to the flesh, you will die. But if by the Spirit you put to death the misdeeds of the body, you will live. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അവിടെ ഒരു ക്ലോസ് പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. അപ്പം അത് ചെയ്യേണ്ടതാണ് ഡെലിബറേറ്റ്ലി. അത് ചെയ്യേണ്ടതിൻ്റെ എക്സ്പ്ലനേഷൻ കിടക്കുന്നത് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിലാണ്. ഒന്ന് എഴുതി വെച്ചു. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നാം ക്രിസ്തുവേശുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരായ നാം എല്ലാവരും എന്ത് ചെയ്യുന്നു? അവനോടുകൂടെ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അതുകൊണ്ട് ഉയരത്തിലുള്ള ചിന്തിക്കാൻ പറഞ്ഞ ശേഷം താഴത്തോട്ട് മരിപ്പിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? പുട്ട് ടു ഡെത്ത് സോ ആൻഡ് തിങ്സ്. പഴയ സാധനങ്ങളൊക്കെ പറിച്ച് ഉരിഞ്ഞു കളഞ്ഞ് എന്തൊക്കെ ചെയ്യണം? അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയുവിൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കണ്ടോ. അന്യോന്യം ഭോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളോടുകൂടി എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളഞ്ഞ് അൺഡ്രസ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഇറ്റ് ഓഫ്, അത് എടുത്തു കളയണം. പിന്നെ മരിപ്പിക്കേണ്ടതിൻ്റെ ഒരു ലിസ്റ്റ് പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. ഇപ്പം നമ്മളെത്തിയത് ഏത് വചനത്തിലായിരുന്നു? 12 and 13 കഴിഞ്ഞു. 14. For those who are led by the Spirit of God are the children of God. ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം തരാം. ആരാണ് ദൈവമക്കൾ? നിർവചനം: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയത്. ഇങ്ങനെ പറ. റോമർ 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. റോമർ 8:14. 2 പ്രാവശ്യം റെഫറൻസ് പറയണം തലയിലിരിക്കാൻ വേണ്ടി. Who are the children of God? Those who are led by the Spirit of God are the children of God. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ. ദൈവാത്മാവ് വെറുതെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ദൈവാത്മാവ് നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മളെ ലീഡ് ചെയ്യണം, ഗൈഡ് ചെയ്യണം. ആ ലെവലിലോട്ട് നമ്മൾ സ്പിരിച്വലി വളരണം, ഈൽഡ് ചെയ്യണം, സറണ്ടർ ചെയ്യണം. ആ ലെവലിലെത്തുമ്പോഴാണ് ശരിക്കും നമുക്കൊരു സൺഷിപ്പും ഡോട്ടർഷിപ്പിലോട്ടൊക്കെ ആ സ്റ്റേറ്റസിലോട്ട് നമുക്ക് വളരാൻ കഴിയും. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞിന് അവൻ്റെ ഡാഡിയോ മമ്മിയോ വേഗത്തിൽ നടന്നു പോകുമ്പോൾ എന്ന് വെച്ചാൽ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിന് ഡാഡിയോ മമ്മിയോ നടന്നു പോകുമ്പോൾ ഓടാൻ പറ്റുമോ പുറകെ? നടക്കാൻ പറ്റുമോ പുറകെ? നോ. അത് ചിലപ്പോൾ മറിഞ്ഞു വീഴുക, ഇരിക്കുകയോ ക്രോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയമാണ്. പക്ഷേ ഒരു 5 വയസ്സാകുമ്പോൾ 10 വയസ്സാകുമ്പോൾ ഡാഡിയും മമ്മിയും അതിനെന്ത് ചെയ്യാൻ പറ്റും? ഈസിലി നടന്ന് ഫോളോ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ ആത്മീയമായി പക്വതയിലേക്ക് വളരുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യാൻ കഴിയും? അവനെ അനുഗമിക്കുവാൻ, ഫോളോ ചെയ്യാൻ നമുക്ക് കഴിയും. ആ ഒരു അനുഭവത്തെയാണ് ദൈവാത്മാവ് നടത്തുന്നവർ എന്ന് പറയുന്നത്. അവരാണ് ദൈവ മക്കൾ എന്ന സ്റ്റേറ്റസിലേക്ക് വളരുന്നത്. 15. The Spirit you received does not make you slaves so that you live in fear again. Rather, the Spirit you received brought about your adoption to sonship, and by him we cry, Abba, Father. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, ഈ ഭയം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവഭയമല്ല, ഫോബിയ ഓഫ് ഗോഡ്. എൻ്റെ ഡിഫറൻസ് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ പഠിപ്പിച്ചു. ഫിയർ ഓഫ് ഗോഡും ഉണ്ട്, ഫോബിയ ഓഫ് ഗോഡും ഉണ്ട്. ഫോബിയ ഈസ് എ നെഗറ്റീവ് ഫിയർ. പിന്നെയും നമ്മൾ
ഭയപ്പെട്ട് ഒരു നെഗറ്റീവ് ഫിയർ ഉണ്ട്, ദൈവം എന്നെ കൊല്ലും, ദൈവം എന്നെ ശിക്ഷ വിധിക്കും, ദൈവം എന്നെ നരകത്തിൽ കൊണ്ടുപോയിടും, ആ ഒരു ഭയത്തിലേക്ക് നിങ്ങൾ വീണ്ടും പോകേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെയോ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രയെ പ്രാപിച്ചത്? ആബാ. ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആബാ ഈസ് സംവാട്ട് സിമിലർ ടു ഡാഡി. നമ്മളാരും നമ്മുടെ അപ്പന്മാരെ പിതാവേ എനിക്കൊരു ഗ്ലാസ് കട്ടൻ കാപ്പി വേണം എന്ന് നമ്മളാരും പറയാറില്ല. അപ്പാ, അപ്പച്ച, ഡാഡി, ഡാഡാ, ആ ഒരു ടൈപ്പ് വിളിയാണ് ആബാ. We have that much intimacy with the Father. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചു? കണ്ണൊന്ന് ശരിക്ക് തുറന്നേ, വലിയ ബൾബ് പോലെ കണ്ണ് തുറന്ന് എന്നെ ഒന്ന് നോക്കി. പ്രാപിച്ച ആത്മാവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും പറഞ്ഞ പുത്രത്വത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്. നമ്മളെ അവൻ മക്കളാക്കി. സൃഷ്ടികളല്ല, മനസ്സിലാകുന്നത്? സൃഷ്ടികളല്ല, വെറും ജനങ്ങളല്ല, പിന്നെ എന്താ? മക്കൾ. മക്കളായതുകൊണ്ട് എന്ത് ചെയ്യാം? വിളിക്കാം, അബാ, അപ്പച്ചാ, ഡാഡി. ആ രീതിയിൽ നമുക്ക് വിളിക്കാം. ഹീസ് അവർ ഡാഡി ഗോഡ്. 16. The Spirit himself testifies with our spirit that we are God's children. 16ാമത്തെ വചനം, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ഒരു സാക്ഷി കൂടി ഉണ്ട്, ദൈവമക്കളാണെന്നുള്ളതിന്റെ തെളിവ്. സാക്ഷി ആരാണ്? നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. അകത്തിരുന്നിട്ട് നമ്മളോട് പറയുകയാണ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ആരാ പറയുന്നത്? പരിശുദ്ധാത്മാവ്. നമ്മുടെ അകത്തിരുന്നുകൊണ്ട് എന്താ പറയുന്നത്? യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ എ സൺ ഓഫ് ഗോഡ്, യു ആർ എ ഡോട്ടർ ഓഫ് ഗോഡ്. അതുകൊണ്ട് നിനക്ക് ഒന്നും പേടിക്കാനില്ല, നീ സ്വന്തം മകനാകുന്നു, നീ സ്വന്തം മകളാണ്, പുത്രനാണ്, പുത്രിയാണ്. അകത്തിരുന്നിങ്ങനെ ടെസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17. Now, if we are children, then we are heirs, heirs of God and co-heirs with Christ, if indeed we share in his sufferings, in order that we may also share in his glory. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഇനി മക്കളാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അവകാശികളാകുന്നു. റോമാലേഖനത്തിലെ ഓരോ പീസ് എടുത്ത് ഓരോ 10 പ്രസംഗം വെച്ച് പ്രസംഗിക്കാം. റോമാലേഖനത്തിലെ 8ാം അധ്യായത്തിൽ ഓരോ പീസ് എടുത്ത് വലിയ വലിയ വോളിയൂംസ് എഴുതാം, പുസ്തകങ്ങൾ എഴുതാം. അത്രയും കണ്ടന്റ് ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒറ്റ സെഷൻ കൊണ്ട് ഓടിച്ചങ്ങ് പോവുകയാണ്. അതോടുകൂടെ റോമാലേഖനത്തിൻ്റെ പകുതിയെ നമ്മളാകും. 16 അധ്യായമുണ്ട്, 8 അധ്യായമാണെന്ന് തീരാൻ പോകുന്നത്. എന്നാൽ മറ്റ് സമയങ്ങളിലൊക്കെ ഇതിൻ്റെ പല ഭാഗങ്ങളെടുത്ത് ഞാൻ വിശദമായി ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ കാണും. എങ്കിലും ഞാൻ ക്രോഡീകരിച്ച് പറയാം, നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്. എല്ലാവരും പറഞ്ഞ അവകാശം. ഞാനൊരു കാര്യം പറയാം, ശവപ്പട്ടിയിലോട്ട് ആളുകൾ കുളിപ്പിച്ച് മൂക്കിൽ പഞ്ഞി വെച്ച് കിടത്തി സ്പ്രേ അടിക്കുമ്പോഴും ശരിയായ രീതിയിൽ അവകാശം എനിക്ക് അപ്പൻ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ചാകുന്നത്. ശരിക്കും ഞാൻ പറയും. എന്നാലും ചേച്ചിക്കെല്ലാം കൊടുത്തു, ചേട്ടനെല്ലാം കൊടുത്തു. ആ മരിക്കുന്ന സമയത്ത് നോക്കാൻ നിന്ന ആളുകൾ ഡീഡൊക്കെ റെഡിയാക്കി അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റേത് വിരലടയാളോ ഇടിയിച്ചിട്ട് എല്ലാം അവൻ്റെ പേരിലാക്കി. എനിക്ക് അവകാശം കിട്ടിയില്ല. ഇത് വായിച്ചു നോക്കി. പ്രപഞ്ചത്തിൻ്റെ ഡിസൈനറും പ്രപഞ്ചത്തിൻ്റെ ഡയറക്ടറും പ്രപഞ്ചത്തിൻ്റെ ലാൻഡ് ലോഡുമായ മഹാദൈവത്തിൻ്റെ അവകാശം നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നീ മകനായി തീർന്നു, മകളായി തീർന്നു. തീർന്നില്ല, നീ ഒരു അവകാശിയാണ്. ഈ കാണുന്ന എല്ലാത്തിൻ്റെയും ഒരു ഷെയർ ഉണ്ടെന്ന്.
3 സെന്റ് കിട്ടിയില്ലെന്നും പറഞ്ഞല്ലേ ഈ കരച്ച് ജീവിതം മുഴുവൻ കരഞ്ഞ് 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 കരഞ്ഞ്, അല്ലെങ്കിൽ 30 സെന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ 30 ഏക്കർ കിട്ടിയില്ലെന്നും പറഞ്ഞല്ലേ ഈ കരയുന്നേ. എടാ, ഇത് മൊത്തത്തിന്റെ അവകാശത്തിന്റെ ഒരു ഓഹരി നിനക്ക് വേണ്ടി ഈ ദൈവം മാറ്റിവെച്ചേക്കുവാണെന്ന്. ചുണയായിട്ടങ്ങ് അടിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൽ നാം കൂട്ടവകാശികളാണ്. അവിടെ തീർന്നില്ല. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഒരാൾ ആമേൻ പറഞ്ഞു. കഷ്ടം കേട്ടപ്പോൾ എല്ലാ ആമേനും ഗ്ലോറിയും എല്ലാം ഡിസപ്പിയർ ചെയ്തു. ഒരു കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അടുത്ത ആളെ തോണ്ടി വിളിച്ചിട്ട് പറ, കേട്ടോ, ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചാലാണ് തേജസ്കരണമുള്ളൂ. ഈ 8-ാം അധ്യായത്തിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് ചെയ്യാനുള്ളൊരു ഹോംവർക്ക് തരികയാണ്. ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിൽ ഇഫ് 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 കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എങ്കിൽ എങ്കിലോ എങ്കിലോ എന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. ഇതെന്നാ മക്കൾ എങ്കിലോ ഇഫ് ക്ലോസുകൾ കണ്ടുപിടിക്കുക. ഞാനൊരു 10 കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് കണ്ടുപിടിച്ച് അതൊരു അസൈൻമെൻ്റ് ആയിട്ട് എഴുതിയെടുക്കണം. ഒന്ന് ഇതാണ്: ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ലിവ്സ് ഇൻ യു, യു ആർ ഇൻ ദ റെലം ഓഫ് ദ സ്പിരിറ്റ്. ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നവർ ആകുന്നു. അടുത്തത്: ഇഫ് എനിവൺ ഡസ് നോട്ട് ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദേ ഡു നോട്ട് ബിലോങ് ടു ക്രൈസ്റ്റ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. അടുത്തത്: ഇഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ സ്പിരിറ്റ് ഗിവ്സ് ലൈഫ് ബിക്കോസ് ഓഫ് റൈച്ചസ്നെസ്. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു, ജീവിപ്പിക്കുന്നു, എന്താണെന്ന് വെച്ചാൽ ജീവിക്കേണ്ടതാകുന്നു. 4. ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഹിം ഹു റേസ്ഡ് ജീസസ് ഫ്രം ദ ഡെഡ് ഈസ് ലിവിംഗ് ഇൻ യു, he who raised Christ from the dead will also give life to your mortal bodies. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ, എങ്കിൽ എങ്കിൽ കണ്ടീഷനാണ് എങ്കിൽ. അടുത്തത്: ഇഫ് യു ലിവ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് യു വിൽ ഡൈ. നിങ്ങൾ മരിക്കും. അടുത്തത്: ഇഫ് ബൈ ദ സ്പിരിറ്റ് യു പുട്ട് ടു ഡെത്ത് ദ മിസ്ഡീഡ്സ് ഓഫ് ദ ബോഡി യു വിൽ ലിവ്. മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അടുത്തത്: ഇഫ് വി ആർ ചിൽഡ്രൻ ദെൻ വി ആർ heirs. മക്കളെങ്കിലോ എങ്കിലോ അവകാശികളാകുന്നു. അടുത്തത്: ഇഫ് യു ഷെയർ ഇൻ ദ സഫറിങ്സ് വി മേ ഓൾസോ ഷെയർ ഇൻ ഹിസ് ഗ്ലോറി. അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലോ നിങ്ങൾ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവിടെ ഇഫ്. അടുത്തത്: ഇഫ് വി ഹോപ്പ് ഫോർ വാട്ട് വി ഡു നോട്ട് യെറ്റ് ഹാവ് we wait for it patiently. ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ നമുക്ക് ഇല്ലാത്തതിന് വേണ്ടി, നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തതിനുവേണ്ടി പ്രത്യാശിക്കുന്നുവെങ്കിൽ നാം അവന് വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. അടുത്തത്: ഇഫ് ഗോഡ് ഈസ് ഫോർ us who can be against us. ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആർ. അങ്ങനെയുള്ള കുറേ ക്ലോസുകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തൊന്ന് പഠിക്കുന്നതല്ല, എഴുതി വന്ന് അവിടെ എല്ലാത്തിലും ഒരു ക്ലോസ് ആണ്. എങ്കിൽ 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 ഇങ്ങനെ. മനസ്സിലായോ? ഇവിടെ നോക്ക്, നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രീഡമാണ്. അടുത്തത് ഫ്രസ്ട്രേഷൻ. എന്താണ് ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ടും ഒരു വല്ലായ്മ വരുന്നുണ്ട്. ഇനി അടുത്ത ഈ പോർഷനിൽ നമ്മൾ ഗ്ലോറിഫിക്കേഷനിലോട്ട് കയറാൻ പോവുക. ഓക്കെ, ഗ്ലോറിഫിക്കേഷനിലോട്ട് കയറാൻ പോകുന്നത്, അതിനൊപ്പം ഫ്രസ്ട്രേഷനെ കുറിച്ച് പറയാനും പോവുകയാണ്. ഞാൻ അതൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് നോട്ട്സ് എഴുതിക്കൊള്ളണേ. 18-ാമത്തെ വചനം: I consider that our present sufferings are not worth comparing with the glory that will be revealed in us. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കഷ്ടം സഹിച്ചാലാണെന്ന് നേരത്തെ 17-ാമത്തെ വചനത്തിൽ പറഞ്ഞു. ശരിയല്ലേ? കഷ്ടം സഹിച്ചാലാണ് തേജസ്കരണമുള്ളത്. അപ്പോൾ പറയണം ആ തേജസ്കരണത്തെക്കുറിച്ച്. അപ്പോൾ ഗ്ലോറിഫിക്കേഷനിലോട്ട് നമ്മൾ കയറി. ഓക്കെ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ,
പറഞ്ഞ് നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന അതിന്റെ അർത്ഥം ഇതുവരെ അത് വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ സ്പിരിറ്റിനകത്ത്, നമ്മുടെ ആത്മാവിനകത്ത് നമ്മൾ ഗ്ലോറി ടു ഗ്ലോറി നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ശരിയായൊരു ഗ്ലോറിഫിക്കേഷനിൽ എത്തുമ്പോൾ മോർട്ടൽ ബോഡി വരെ ഗ്ലോറിഫൈഡ് ബോഡി ആയിട്ട് മാറും. അത് വരാൻ പോകുന്നുള്ളൂ. അതാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, പക്ഷെ വിചാരിക്കാറില്ല എന്നതാണ് സത്യം. നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ വെളിപ്പാടുള്ള തേജസ്സൊക്കെ വിചാരിക്കാനോ, അയ്യോ നെഞ്ചത്തടിക്കാനല്ല ആ സമയത്ത്, അയ്യോ എൻ്റെ കാര്യം പോക്കാണേ എന്ന് പറഞ്ഞ് കരയാനേ നമുക്കറിയാം. പക്ഷെ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്ന് ഞാൻ അദ്ദേഹം എണ്ണി. കാരണം എന്താ, അതുപോലെ അടികൊണ്ട് അതുപോലെ പ്രശ്നങ്ങൾ അനുഭവിച്ചു. പക്ഷേ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചപ്പോൾ ഇതൊന്നുമല്ല, തൂത്തുകളയാന്ന പ്രശ്നമുള്ളൂ എന്ന് സാരമില്ല എന്നെണ്ണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ ഭൂമിയിലുള്ള നമ്മുടെ കഷ്ടതകളെ എത്രത്തോളം നമ്മൾ സഹിക്കും എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഒരേ പ്രശ്നത്തിൽ ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ പ്രാർത്ഥനയ്ക്ക് പോകും, ചിലർ കരഞ്ഞുകൊണ്ട് കിടക്കും, ചിലർ മറ്റുള്ളവരുടെ കൂടെ സമാധാനം കളയും. ഒരേ പ്രശ്നം, പലരും പല രീതിയിലാണ് അതിനോട് പ്രതികരിക്കാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടത്. നിങ്ങളുടെ പ്രതികരണ ശേഷി എന്താ? എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? അടുത്ത ഫേസ് ടു ഫേസിൽ അറിയാം. എന്ത് പ്രശ്നം കൊണ്ടാണ് ഈ വരുന്നതെന്നുള്ള ഡോറ് തുറന്ന ഒരാളും കൂടെ വരുവാണ്, ഫേസ് ടു ഫേസിൽ കാണാം. കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഞാൻ ചിലപ്പോൾ അപ്പോഴത്തെ റൂമിൽ നിന്ന് ക്ഷമാ സിസ്റ്ററെ കൂടി വിളിക്കും, ഇതൊന്ന് കേട്ടേ, അത്രയ്ക്ക് വലിയ പ്രശ്നമാണ്. പ്രശ്നം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ളി പൊളിച്ച പോലെ ഒരു കുരു പോലും ഇല്ല എൻ്റെ അകത്ത്. ഇത്രയുള്ള സംഭവം. ആരാ, എന്താ നിങ്ങളുടെ പേര്? ദൈവത്തിൻ്റെ മകൻ. നിങ്ങളുടെ പേരെന്താ? ദൈവത്തിൻ്റെ മകൾ. എന്നിട്ടാണ് ഈ പ്രശ്നം. ഞാൻ പറഞ്ഞത് ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയല്ല. എല്ലാവർക്കും നമുക്ക് ടോളറേറ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മളിത് ഇതിൽ നിന്ന് വളരാൻ വേണ്ടി, ഒരു അപ്ഗ്രഡേഷന് വേണ്ടി ഞാൻ പറയാ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ലെന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വലിയ വലിയ ചിന്തകന്മാരായി നമുക്ക് മാറാം. വേഗത്തിൽ ഡൈ അടിക്കാം. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നരച്ച് തകർന്ന് ചുളിവുകളൊക്കെ വീണ് വേഗം തന്നെ ഒരു വാക്കിംഗ് സ്റ്റിക്കിലൊക്കെ ഇട്ടൊക്കെ കയറാനുള്ള പ്രൊമോഷൻ കിട്ടും. എന്നാൽ ഇതൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവേ എന്നിൽ വെളിപ്പെടുക. ഈ കഷ്ടങ്ങൾ നിമിത്തം ഒരു തേജസ് എനിക്ക് വേണ്ടി അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഒന്നും വേണ്ട, ഈ ജലപ്രളയം വന്ന സമയത്ത് തന്നെ പല വീഡിയോകൾ ഇറങ്ങി. ചില സഹോദരിമാർ ഞാൻ കണ്ടതാണ്, എല്ലാം പോയി, ഉടുതുണിയല്ലാതെ വേറൊന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവർ ഫേസ്ബുക്ക് ലൈവ് ചെയ്തു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവ് വീണ്ടും തരും എന്ന് പറഞ്ഞുകൊണ്ട്. ചിലരുണ്ട്, അയ്യോ ഗവൺമെൻറ്റിലെ ആളുകൾ ഞങ്ങൾ നോക്കുന്നില്ല, സർക്കാരും നോക്കുന്നില്ല, ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുടെ ഞങ്ങളുടെ കഷ്ടം ആര് കാണാനാണ്? അങ്ങനെയുള്ള വീഡിയോയും അവിടെ കിടപ്പുണ്ട്. ഇറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ്. പൗലോസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അടിച്ചോടാ, കൊന്നോടാ, എന്നെ എന്ത് വേണേലും ചെയ്തോടാ, വലിയൊരു തേജസ് കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനൊരു അഡ്വാൻസ് ആയിട്ട്, അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട്. അതിന് എനിക്ക് ഉറപ്പറിയാം, this is the guarantee I have. Hallelujah. ഗ്യാരണ്ടി എന്താണ്? അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഗ്യാരണ്ടി കാർഡ്. മുഖലക്ഷണം കണ്ടിട്ട് ഇപ്പോഴും അങ്ങോട്ട് ശരിയായോ, നോർമലായോ? അടുത്ത ആളെ വിളിച്ച് നോർമലായോ എന്ന് ചോദിച്ചു. നിങ്ങൾ നോർമലായോ ചോദിച്ചു. The greatest chapter in the Bible. എവിടെ എത്തി? വേഗത്തിൽ പോകാം. 19. For the creation waits in eager expectation for the children of God to be revealed. 19ാമത്തെ വചനം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആർക്ക് വേണ്ടി? മൂന്നാം ലോകമഹായുദ്ധത്തിന് വേണ്ടിയല്ല, സ്റ്റാർ വാറിന് വേണ്ടിയല്ല. ദൈവത്തിൻ്റെ മക്കൾ പുറത്തേക്ക് വരാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അകത്തിരിപ്പുണ്ട്, മറഞ്ഞിരിക്കുകയാണ്.
ഒരു ദിവസം മർത്യ ശരീരം കൂടി ഗ്ലോറിഫൈഡ് ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ ദൈവപുത്രന്മാർ അങ്ങ് വെളിപ്പെടും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇപ്പൊ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ദൈവപുത്രന്മാർ മറഞ്ഞു കിടക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് പുറത്തോട്ടിറങ്ങി മെട്രോയിൽ കയറി, മെട്രോയിൽ ഒരു 40 പേര് ക്യാബിലിരിക്കും. നിങ്ങൾ അതിൻ്റെ ഇടയിൽ പോയി സഞ്ചി നോക്കി അവിടെ ഇരുന്നു നോക്കുമ്പോഴേക്കും ഒരാൾ വീഡിയോ എടുത്ത് എല്ലാവരും ഒരേപോലെ മുഞ്ഞി, മോന്ത, മൂക്ക് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരേപോലെ ഇരിക്കുക. ഇതിനുള്ളിൽ ഇതോ തേജസ്സിൻ്റെ ഒരാൾ ഇവിടെ ഇരിക്കുന്നത് ആരെങ്കിലും പറയും? നോ, അത് വെളിപ്പെടാൻ ഒരു സമയം വരുന്നുണ്ട്. അതെപ്പോഴാ? ആ ഒരു പ്രപഞ്ചം മുഴുവൻ അതിനു വേണ്ടിയാണ്. The whole earth and the whole creation is groaning inside in frustration. Hello. For the revelation of the sons of God. ഇനി ഒരൊറ്റ കാത്തിരിപ്പാണ്, ദൈവപുത്രന്മാർ വെളിപ്പെടണം. എൻ്റെ കർത്താവ് ഇങ്ങനെയുള്ള വെളിപ്പാടൊക്കെയാണ് ആ മനുഷ്യന് കർത്താവ് കൊടുത്തത്. അതുകൊണ്ടാണ് പുള്ളി ഏറ്റവും എഫക്റ്റീവായി ദൈവവേല ചെയ്തത്, ഏറ്റവും നല്ലൊരു ക്രിസ്തീയ ജീവിതം ജീവിച്ചത്. കൈകളുയർത്തി പറ, കർത്താവേ അതേ വെളിപ്പാട് എൻ്റെ അകത്തും തരണേ. 20 For the creation was subjected to frustration, not by its own choice, but by the will of the one who subjected it in hope. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മൊത്തം സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വം, മൊത്തം സൃഷ്ടി എന്തിൽ പെട്ട് കിടക്കുവാണ് ഇപ്പോൾ? ക്രിയേഷൻ, ദ ഹോൾ ക്രിയേഷൻ ഈസ് സബ്ജക്റ്റഡ് ടു ഫ്രസ്ട്രേഷൻ. ഇവിടെ മായ എന്ന് എന്താണ്ടാണ്? മായ എന്ന് പറയുന്നൊരു പെൺകൊച്ചിൻ്റെ പേരല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഫ്രസ്ട്രേഷൻ. നോട്ട് ബൈ ഇറ്റ്സ് ഓൺ ചോയ്സ്, സ്വന്തം ഇഷ്ടത്തിലല്ല, ബട്ട് ബൈ ദ വിൽ ഓഫ് ദ വൺ ഹു സബ്ജക്റ്റഡ് ഇറ്റ് ഇൻ ഹോപ്പ്. സബ്ജക്റ്റഡ് ഇറ്റ്. അതിനുശേഷം വായിക്കാം, ഇൻ ഹോപ്പ് that the creation itself will be liberated from its bondage to decay and brought into freedom and glory of the children of God. 21-ാമത്തെ വചനം. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. 22 സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. ഹല്ലേലൂയ. സർവ്വസൃഷ്ടി ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടുകൂടി ഇരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് മുഴുവൻ ദ്രവത്വത്തിൻ്റെ ദാസത്തിൽ, അല്ലെങ്കിൽ ഡീക്കേ ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു, അഴിഞ്ഞു പോകുന്നു, ചീഞ്ഞു പോകുന്നു, നശിച്ചു പോകുന്നു. എങ്ങനെ? ഈ ലോകം മൊത്തം അങ്ങനെ ഒരു രീതിയിലോട്ടാണ് ഇത് പോയിരിക്കുന്നത്. എന്തുകൊണ്ട്? പാപനിമിത്തം. മനുഷ്യൻ്റെ പാപനിമിത്തമാണ് ഭൂമി ശപിക്കപ്പെട്ട് ഡീകമ്പോസ് ചെയ്ത് ഡീക്കേ ചെയ്ത് അങ്ങനെ ഒരു സ്റ്റേറ്റിലേട്ടായിപ്പോയത്. എന്നാൽ അതിനൊരു വീണ്ടെടുപ്പുണ്ട്. തല വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് മാത്രമല്ല വീണ്ടെടുപ്പെന്ന്, പ്രപഞ്ചത്തിനൊരു വീണ്ടെടുപ്പുണ്ട്, ഭൂമിക്കൊരു വീണ്ടെടുപ്പുണ്ട്. അതറിയാമോ? പക്ഷെ ആദ്യത്തെ വീണ്ടെടുപ്പ് മനുഷ്യനാണ്. മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ട ശേഷമാണ് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട മറ്റ് സൃഷ്ടികൾക്കും വീണ്ടെടുപ്പുള്ളത്. അതും പൗലോസിന് വെളിപ്പെട്ടു. നമുക്ക് മാത്രമല്ല വീണ്ടെടുപ്പുള്ളത്, ഈ ഭൂമിയെ ദൈവം വീണ്ടെടുക്കും, ചന്ദ്രനെ ദൈവം വീണ്ടെടുക്കും, സൂര്യനെ ദൈവം വീണ്ടെടുക്കും, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ തുടങ്ങിയ എല്ലാ ഗ്രഹങ്ങളെയും ദൈവം വീണ്ടെടുക്കാൻ. ദ ഹോൾ യൂണിവേഴ്സ് വിൽ ബി റിഡീംഡ്. അവയ്ക്ക് ഉണ്ട് എന്ത്? ഒരു റിഡംഷൻ. 22 ഞാൻ വായിച്ചായിരുന്നോ? ഇല്ല, 22 ഒന്നുകൂടി ഞാൻ വായിച്ചേക്കാം. We know that the whole creation has been groaning as in pains of childbirth right up to the present time. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ എന്ത് സാധനം? പ്രസവ വേദന. പെയിൻസ് ഓഫ് ചൈൽഡ് ബർത്ത്, ബർത്ത് പാങ്സ്. സർവ്വസൃഷ്ടിയും പ്രസവവേദനപ്പെട്ടിരിക്കുകയാണ്. പ്രസവവേദന എന്തിനാ വരുന്നത്? പ്രസവിക്കാൻ വേണ്ടി. പ്രസവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കുഞ്ഞുണ്ടാവും, ഒരു പുതിയ സൃഷ്ടി ഉണ്ടാവും. പറഞ്ഞ പുതിയ സൃഷ്ടി. അപ്പൊ മൊത്തം പ്രപഞ്ചം ഇപ്പൊ വയറിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. പ്രപഞ്ചം മൊത്തം ഈറ്റുന്ന. എല്ലാവരും ഇവിടെ നിന്ന് പിടിച്ചേ, പ്രസവിച്ചിട്ടുള്ളവരെങ്കിലും പിടിക്കും. ആ സമയത്ത് നിങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നു? ചരിച്ചുണ്ട്. അറിഞ്ഞൂടാ, കണ്ടിട്ടില്ല. അതുപോലെയാണ് മൊത്തം പ്രപഞ്ചം ഇപ്പൊ ഇരിക്കുന്നതെന്ന്. എന്താ കാര്യം?
ഒരു പ്രസവം നടക്കാൻ പോവുക, ഒരു ജന്മം കൊടുക്കാൻ പോവുക, ഒരു പുതിയ സൃഷ്ടി വരികയാണ്. ആ പുതിയ സൃഷ്ടിയാണ്, ഒന്ന്, ദൈവത്തിൻ്റെ മക്കൾ വെളിപ്പെടും. രണ്ട്, വെളിപ്പാട് പുസ്തകം 21-22 വരുമ്പോൾ അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ സ്വർഗവും പുതിയ ഭൂമിയും കണ്ടു. വാവ്! ഇപ്പൊ അതിനു വേണ്ടി എന്താ? അത് പ്രസവിക്കാൻ വേണ്ടി പുതിയൊരു പ്രപഞ്ചം, ന്യൂ യൂണിവേഴ്സ്, ന്യൂ വേൾഡ് ഓർഡർ, ഒരു പുതിയ ഓർഡർ വരാൻ പോവുക. ഇതെല്ലാം പോവുക. ഇന്ന് ഡീകമ്പോസ് ചെയ്യുന്ന, ഡീകേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഹല്ലേലൂയ. എത്ര പേർക്കറിയാം സൂര്യന്റെ പ്രകാശം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? അതിൻ്റെ അകത്ത് ബ്ലാക്ക് ഹോൾസ് ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? കുറെ ഭാഗങ്ങളിൽ നിന്ന് പ്രകാശം വരുന്നില്ല, കത്തി 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 തീരാൻ പോവുക. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്താംബരം പോലെ ചുവന്ന നിറമായി. പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക. കത്തി 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 നൂറ്റാണ്ടുകളായിട്ട് കത്തുമല്ലേ, യുഗങ്ങളായി കത്തുമല്ലേ, അതിനകത്തുള്ള മെറ്റീരിയൽ കത്തി തീർന്നുകൊണ്ടിരിക്കുക. അത് തീരും. എന്തിനു വേണ്ടി? പുതിയ ഒരു പ്രപഞ്ചം ഉണ്ടാകാൻ, പുതിയ സ്വർഗം, പുതിയ ഭൂമി, പുതിയ ആകാശം. 23 Not only so, but we ourselves who have the first fruits of the Spirit groan inwardly as we wait eagerly for our adoption to sons, the redemption of our bodies. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അവിടെ പറയുന്നത് we have the first fruits of the Spirit. ആത്മാവെന്ന ആദ്യദാനം, ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും, പ്രപഞ്ചം മാത്രമല്ല പ്രസവവേദനപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ വീണ്ടെടുപ്പായ പുത്രത്വ, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആത്മാവ് ഓൾറെഡി വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ അകത്തുള്ള ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കണം. അതിന്റെ പേരാണ് സൺഷിപ്പ്. പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. വി ആർ ഓൾസോ ഫ്രസ്ട്രേറ്റഡ്. ശരിയാണോ? നമുക്കും ആത്മാവിൽ വലിയ കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരം പലപ്പോഴും ആ വഴിക്ക് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്, പക്ഷെ നടുവേദന കൊണ്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആത്മാവ് റെഡി, എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ റെഡിയാണ്. 3 മണിക്ക് എഴുന്നേക്കണോ, 4:30 എഴുന്നേക്കണോ? സ്പിരിറ്റ് ഈസ് റെഡി, ബട്ട് ദ ബോഡി ഈസ് നോട്ട് വില്ലിംഗ് ബിക്കോസ് ഓഫ് വീക്ക്നെസ്. അതുകൊണ്ട് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച് നമ്മളും ചില സമയത്തൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പലതും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്കൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഈ ശരീരത്തിൻ്റെയും കൂടെ വീണ്ടെടുപ്പിന് വേണ്ടി, ഒരു പുതിയ ശരീരത്തിന് വേണ്ടി നമ്മൾ ഉള്ളിൽ ഞെരുങ്ങുകയാണ്. വി ആർ ഗ്രോണിങ്, ഞരങ്ങുകയാണ്. 24 For in this hope we were saved. But hope that is seen is no hope at all. Who hopes for what they already have? But if we hope for what we do not yet have, we wait for it patiently. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? 25 നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് പറയാം. The more you walk in the Spirit, the more you are frustrated. കൂടുതൽ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോഴും കൂടുതൽ നമ്മളങ്ങ് ഞരങ്ങാൻ തുടങ്ങും. കാരണം എന്താ? കൂടുതൽ ശ്രമിക്കും തോറും കൂടുതൽ നമ്മുടെ ഇനബിലിറ്റി വെളിപ്പെടുകയാണ്. കഴിവില്ലായ്മ, ബലഹീനത വെളിപ്പെടും. This is because of the fallen nature of man and the whole creation. നമ്മളും മൊത്തം സൃഷ്ടിയും വീണു പോയതുകൊണ്ടാണ് ഈ ഫ്രസ്ട്രേഷൻ നിലവിലുള്ളത്. We are still living in the sinful world. ഇപ്പോഴും നമ്മൾ പാപം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. ക്രിയേഷൻ റിഫ്ലെക്ട്സ് അവർ ഫ്രസ്ട്രേഷൻ. സൃഷ്ടി മുഴുവൻ നമ്മുടെ ആ നിഷ്ഫലതയെ പ്രതിഫലിപ്പിക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ എ ന്യൂ യൂണിവേഴ്സ്. പുതിയ ഒരു പ്രപഞ്ചത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നു. വി ലോങ് ഫോർ ദ ഡേ വി വിൽ ബി ഫുള്ളി
ലിബറേറ്റഡ്. ആത്മാവിന്ന് സ്വതന്ത്രമായി ശരീരം കൂടെ സ്വതന്ത്രമാകുന്ന സുദിനത്തിന് വേണ്ടി നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. വി വിൽ ഗെറ്റ് അവർ ന്യൂ ബോഡീസ് ദാറ്റ് ഡേ. അന്ന് ഒരു പുതിയ ബോഡി കിട്ടും, പുതിയ ഡ്രസ്സ് കിട്ടുമെന്നല്ല പറഞ്ഞത്. പുതിയ ഡ്രസ്സ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കണ്ണാടിയിലൊക്കെ ഒന്ന് പോയി അല്ലേ, ഒന്ന് നോക്കി നമുക്ക് സന്തോഷമാണ്. പക്ഷെ ഒരു പുതിയ ശരീരം കിട്ടാൻ പോകും.